ചോദ്യം ഇതാണ്, 30 പേര് ചേർന്ന് 45 ദിവസം കൊണ്ടൊരു ജോലി പൂർത്തിയാക്കും. 5 പേരുടെ കുറവുണ്ടെങ്കിൽ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം അധികം വേണം? അപ്പോൾ ഈ ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ട 2 വാക്കുകളുണ്ട്. 30 പേരുടെ ഷോർട്ടേജും എത്ര ദിവസം എക്സ്ട്രാ വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൾക്കാർ D ദിവസം കൊണ്ടൊരു ജോലി തീർത്താൽ ടോട്ടൽ വർക്ക് കാണാൻ M×D ചെയ്താൽ മതി. ഓക്കെ ആണോ? അപ്പം ഇവിടെ ആദ്യത്തെ സിറ്റുവേഷനിൽ M1 ആൾക്കാർ D1 ദിവസം കൊണ്ട് ജോലി തീർത്തു. രണ്ടാമത്തെ സിറ്റുവേഷനിൽ M2 ആൾക്കാർക്ക് D2 ദിവസം വേണം അതേ ജോലി തീർക്കാം. 2 സൈഡിലെയും ടോട്ടൽ വർക്കിനെ ബാലൻസ് ചെയ്യുമോ? ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? ആദ്യത്തെ കഥ എന്താ? 30 പേര് ചേർന്ന് 45 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കുന്നു. സെക്കൻഡ് കേസോ 5 പേരുടെ കുറവ്, ഇപ്പം 30 ഇല്ല, അവിടെ 25 പേരേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആ 25 പേര് എത്ര ദിവസം കൊണ്ട് ജോലി തീർക്കുമെന്ന് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പം D2 എന്ന് പറയുന്ന പാരാമീറ്ററിനെ കണ്ടുപിടിക്കാൻ 30 × 45 ഡിവൈഡഡ് ബൈ 25. ഓക്കെ ആണോ എൻ്റെ കുട്ടികളെ? എങ്ങനെ വെട്ടിക്കളയും നമുക്ക് പറയൂ. 5 വെച്ച് ഇവർ രണ്ടുപേരും വെട്ടിക്കോട്ടെ. 45നെ 5 വെച്ച് വെട്ടിയാൽ 9 ആണ്. 25നെ 5 വെച്ച് വെട്ടിയാൽ 5 ആണ്. എഗെയിൻ ഈ 5 കയറി ആരെ വെട്ടിക്കളയും? 30നെ വെട്ടിക്കളയും. 5 × 6 ആണ് 30. ഓക്കെ ആണോ? അപ്പോൾ എത്ര ദിവസം വേണമെന്ന് നമുക്ക് മനസ്സിലായി. 25 പേർക്ക് ഈ ജോലി തീർക്കാൻ 54 ദിവസം ആവശ്യമാണ്. ചോദ്യം എത്ര ദിവസം ആവശ്യമെന്നല്ലല്ലോ, എത്ര ദിവസം അധികം വേണമെന്നാ. അപ്പം ചിന്തിക്കുക, ആദ്യം ആ 30 പേര് 45 ദിവസം കൊണ്ട് ആ ജോലി തീർത്തത്. 5 പേരുടെ ഷോർട്ടേജ് വന്നപ്പം ആ ജോലി തീരാൻ 54 ദിവസം എടുത്തു. ഓക്കെ ആണോ? അപ്പോൾ എൻ്റെ കുട്ടികൾ ചിന്തിച്ചേ, എത്ര ദിവസം അധികം എടുത്തു? ആദ്യം 45 ആയിരുന്നു, പിന്നെ 54 എന്ന് പറയുമ്പോൾ ഒരു 9 ദിവസമാണ് എക്സ്ട്രാ അവരെടുത്തിട്ടുള്ളത്. ക്ലിയർ ആണോ? എളുപ്പമല്ലേ? ഓക്കെ, താങ്ക് യു.